പ്രതിധ്വനിക്കുന്നത്. ശരിയല്ലേ? നമ്മളിപ്പോൾ നിലവിൽ ആ മേഖല നേരിടുന്ന ഒരുപാട് വിഷയങ്ങൾ നിലവിൽ അവിടെയുണ്ട്. 400-500 ഏക്കറോളം വരുന്ന നെൽവയലുകളടക്കം കൃഷി ചെയ്യാനാകാതെ തരിശിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥയായാലും, അതുപോലെ എന്തിനേറെ പറയുന്നു, 10 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏനാമാവ് കുപ്പിക്കഴുത്ത് പോലും ഇന്നും നിവർത്താനാകാതെ, അതിൻ്റെ ദുരിതം തീർക്കാനാവാതെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് കേരളത്തിലെ മൊത്തം അവസ്ഥ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിൻ്റെ മഹോത്സവം ഒരുക്കാനുള്ള തുടക്കമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്ന കാര്യം. LDFനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പലതും. പൈസയില്ല, അവർക്ക് ആസൂത്രണമില്ല, സമയബന്ധിതമായി തീർക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ഏനാമാവ് റെഗുലേറ്ററായാലും ഇടിയഞ്ചിറ റെഗുലേറ്ററായാലും ഒക്കെ തന്നെ വെറുതെ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സംഗതിയായി നിലനിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു മാറ്റത്തിൻ്റെ മഹോത്സവം ഒരുക്കാൻ മത്സരിക്കണം, അവിടെ മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ മാഷ് മത്സരിക്കുമ്പോൾ, മാഷ് ജനിച്ചു വളർന്നത് പാവർട്ടിയിലാണല്ലോ. അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അതായത് ചൂണ്ടൽ, എളവള്ളി, മുല്ലശ്ശേരി, കണ്ടാണശ്ശേരി, വെങ്കിടങ്ങ്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മളുടെ വോട്ടർമാർ വരുന്നത്. അപ്പോൾ ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ മാഷിന് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. കൃത്യമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇത് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഏരിയ വരുന്നുണ്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആണെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ, ഭൂപ്രകൃതി ഒക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്രയും അടുത്തറിയുന്ന ആളുകളും പ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ മാഷിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും അവിടെ ആളുകൾക്ക് എന്ത് വേണം, എന്തൊക്കെയാണ് അവരുടെ അത്യാവശ്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിയല്ലേ? ശരിയാണ്. അത് പറയുമ്പോഴും ഞാൻ പാവർട്ടിക്കാരൻ എന്ന നിലയിൽ, പാവർട്ടിയിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്ന നിലയിൽ എൻ്റെ പൊതുപ്രവർത്തന രംഗം ഈ പറയുന്ന പഞ്ചായത്തുകളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന തരത്തിലാണ് ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. വിദ്യാലയങ്ങളായാൽ തന്നെ ഏനാമാവ് സ്കൂളിൽ ഞാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂവത്തൂർ സെൻറ് ആൻ്റണീസ് UP സ്കൂളിൽ പ്രധാനാധ്യാപകനായിട്ടുണ്ടായിരുന്നു. പൂനമച്ചി സ്കൂളിൽ ഞാൻ അധ്യാപകനായിട്ട് സേവനം ചെയ്തിരുന്നു. അങ്ങനെ ഈ മണ്ഡലത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും അധ്യാപകനായി തന്നെ സേവനം ചെയ്യാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെ മറ്റു പല സംഘടനകളുമായും ചേർന്ന് നിന്നുകൊണ്ട് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മേഖലകളിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഏറെ അഭിമാനമായി തോന്നുന്നൊരു സംഗതിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് ചിന്തിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ നാടിൻ്റെ മുഖ്യ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ആണ്. നമ്മുടെ കോൾ നിലങ്ങളിലെ വിഷയങ്ങളായാലും, ഉപ്പുവെള്ളം കയറുന്ന ഈ റെഗുലേറ്ററുകളുടെ കാര്യമായാലും, എന്തിനേറെ പെരിങ്ങാട് പുഴയെ വനമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഇവിടുത്തെ ആവശ്യങ്ങൾ 100% ബോധ്യപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നതുകൊണ്ട് കൂടിയാണ് ഈ ഡിവിഷനിൽ മത്സരിക്കാൻ ഞാൻ മുന്നോട്ട് വന്നത്. ചൂണ്ടലിലെ കാര്യമായാലും, അതുപോലെ തന്നെ എളവള്ളിയിലെയും കണ്ടാണശ്ശേരിയിലെയും ഒപ്പം മുല്ലശ്ശേരിയിലെയും വെങ്കിടങ്ങിലെയും ഒക്കെ ഗ്രാമീണ റോഡുകളുടെയൊക്കെ കാര്യത്തിലായാലും ഈ അടുത്ത് വരെ സമരരംഗത്ത് നിന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ നേരത്തെ പറഞ്ഞത് കൂടാതെ റോഡുകളടക്കമുള്ള പല രംഗങ്ങളിലുമുള്ള ശോച്യാവസ്ഥയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് കൂടിയാണ് ഈ മാറ്റത്തിൻ്റെ മഹോത്സവത്തിലൂടെ ആഗ്രഹിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെയായിട്ട് അധ്യാപന ജീവിതം നയിച്ച ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം വിദ്യാർത്ഥികൾ, പല തലമുറയിൽപ്പെട്ട ധാരാളം വിദ്യാർത്ഥികൾ, അവരുമായിട്ടുള്ള ഒരു അടുപ്പവും ഒക്കെ ഉണ്ടായിരിക്കും മാഷിന്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ഷന് നിൽക്കുന്ന സമയത്തും ധാരാളം വിദ്യാർത്ഥികളും വോട്ടർമാരായിട്ടുണ്ടാവുമല്ലോ അല്ലേ? സംശയം എന്താ, ഞാൻ പഠിപ്പിച്ച കുട്ടികളെ വരെ പഠിപ്പിക്കേണ്ട രീതിയിലുള്ള ഒരു അനുഭവ പാരമ്പര്യം ആ കാര്യത്തിലുണ്ട്. ഈ മേഖലയിലുള്ള നിരവധിയായ സ്കൂളുകളിൽ ഞാൻ തുടക്കം കുറിച്ചത് പൂവത്തൂർ സെൻറ് ആൻ്റണീസ് UP സ്കൂളിലാണ്. ആദ്യത്തെ അധ്യാപന വൃത്തി തുടങ്ങിയത് പൂവത്തൂർ സെൻറ് ആൻ്റണീസ് UP സ്കൂളിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പാവർട്ടിയിൽ തന്നെയുള്ള വെന്മേനാട് സ്കൂളിലായാലും, അതുപോലെ തന്നെ ആർത്താറ്റ് സെൻറ് തോമസ് സ്കൂളിലായാലും, അതുപോലെ തന്നെ കൂനമുച്ചി സ്കൂളിലായാലും, അങ്ങനെ പറപ്പൂർ സെൻറ് ജോൺസ് സ്കൂള്, അതുപോലെ ഏനാമാവ് സ്കൂള്, മണലൂർ സെൻറ് ഇഗ്നേഷ്യസ് UP സ്കൂള്, വാടാനപ്പള്ളി RC UP സ്കൂൾ, ഇത്രയും സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ച ഒരു 10-33 കൊല്ലം പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നിര വിദ്യാർത്ഥികൾ എൻ്റെ കുട്ടികൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ
ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ പലരും കഞ്ഞി വോട്ട് വിനിയോഗിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട് എന്ന് എന്നോട് പലരും പറയുണ്ടായി. അവരുടെ അധ്യാപകന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം സന്തോഷവും ഒപ്പം അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. 3 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന മാഷിന്റെ അധ്യാപന ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് 2017 മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് കിട്ടിയെന്നുള്ളത്. ഒരു അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ, ഒരു അംഗീകാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അതുവരെ ചെയ്ത കാര്യങ്ങൾക്കുള്ള, നല്ല കാര്യങ്ങൾക്കുള്ള ഒരു അംഗീകാരവും ഒപ്പം തന്നെ തുടർന്ന് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ദേശീയ അവാർഡ് മാഷിന്റെ ജീവിതത്തിലും നല്ലൊരു നാഴികക്കല്ല് തന്നെയായിരിക്കും അല്ലേ? എപ്പോഴും ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു അംഗീകാരമായിരുന്നല്ലോ അത്. തീർച്ചയായിട്ടും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ദേശീയ അധ്യാപക അവാർഡിനെ ഞാൻ കാണുന്നത്. ഒരു വിദ്യാലയത്തെ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ആ വിദ്യാലയത്തിൽ നടപ്പാക്കിയ വിവിധങ്ങളായ പദ്ധതികളുടെ ആകത്തുകയനുസരിച്ച് അവിടുത്തെ അഡ്മിഷനൊക്കെ എല്ലാ കാലത്തേക്കാൾ കൂടുതലായി വരികയും ഒരുപക്ഷെ അഡ്മിഷൻ നിർത്തിവെച്ചു എന്ന് ബോർഡ് വെച്ച വിദ്യാലയം കൂടിയാണ് വാടാനപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂൾ. അങ്ങനെ അഡ്മിഷൻ നിർത്തിവെക്കേണ്ട രീതിയിലേക്ക് അതും ഒരു UP സ്കൂൾ മാറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ് ആ ദേശീയ അവാർഡിന് ആധാരമായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ആ സ്കൂളിൽ ചെയ്ത ഒരുപാട് പദ്ധതികൾ മാഷിന് തന്നെ അഭിമാനമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ആ വിദ്യാലയത്തിൽ നടപ്പാക്കിയ ഏറ്റവും മനോഹരമായ പദ്ധതികളിൽ ഒന്നായിരുന്നു കുട്ടികളുടെ വെബ്കാസ്റ്റിംഗ്. എല്ലാ ദിവസവും 1:15 മുതൽ 1:45 വരെ എല്ലാ ദിവസവും കുട്ടികളുടെ അരമണിക്കൂർ കലാപരിപാടി മുഴുവൻ രക്ഷകർത്താക്കൾക്കും കാണാവുന്ന തരത്തിൽ അന്ന് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് അത് ഫേസ്ബുക്ക് ലൈവായി മുഴുവൻ രക്ഷകർത്താക്കളും കാണുന്ന തരത്തിൽ ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ സമയത്ത് ഒരു കലാപരിപാടി അവതരിപ്പിക്കൽ എല്ലാ ദിവസവും രക്ഷകർത്താക്കൾ അത് കാണുകയും അവരുടെ കുട്ടികളെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ RC UP ലൈവ് എന്ന ആ ഒരു പ്രോഗ്രാം വളരെ ഹിറ്റായി മാറിയത് ഏറെ സന്തോഷത്തോടെയാണ് ഓർക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഒരു പരിപാടിയായിരുന്നു. പിന്നെ മറ്റൊന്ന് അവിടെ നടപ്പാക്കിയത് ഒരുപക്ഷെ 2011 തന്നെ എല്ലാ ക്ലാസ് റൂമും 23 ക്ലാസ് റൂമാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ 23 ക്ലാസ് റൂമിലും ചോക്ക് രഹിതമായി, ചോക്കില്ലാതെ പഠിപ്പിക്കുന്ന തരത്തിൽ വൈറ്റ് ബോർഡും മാർക്കർ പെന്നും ഉപയോഗിച്ച് പഠനം നടത്തുന്ന ഏക വിദ്യാലയമായി സംസ്ഥാനത്തെ ആ വിദ്യാലയം മാറി എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ മറ്റൊരു അനുഭവം. അന്ന് ഡിക്ലെയർ ചെയ്തത് അന്നത്തെ മണലൂർ MLA പ്രിയപ്പെട്ട ശ്രീ PA മാധവൻ അവർകളായി. മാഷിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനനം മുതൽ തന്നെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത് തന്നെ. അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ ഈ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് എപ്പോഴും മാഷിനെ കാണുമ്പോൾ എപ്പോഴും അതെ. അപ്പോൾ മാഷിന്റെ പിതാവിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും OT ജോസ്, അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പാരമ്പര്യം നോക്കിയാലും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജനിക്കുമ്പോൾ മുതൽ ഈ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നൊക്കെയാണോ ഈ ഒരു കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം തുടങ്ങിയതൊക്കെ? എപ്പോഴായിരുന്നു? സംശയമില്ല. എൻ്റെ ഫാദർ ഒരു നല്ല കോൺഗ്രസ്സുകാരനായ സർക്കാർ ജീവനക്കാരനായി. NGO അസോസിയേഷൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സംഘടനയുടെ സ്ഥാപക ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു OT ജോസ്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹമാണ് എങ്ങനെ ജനങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകളോട് എങ്ങനെ സരസമായി ഇടപെടണം, നന്നായി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നോക്കണമെന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് ഒരുപക്ഷെ അദ്ദേഹമാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കൈരളി വായനശാല എന്ന് പറയുന്ന വായനശാലയിലെ പ്രവർത്തനങ്ങൾ വഴിയാണ് ഒരു തരത്തിൽ പറഞ്ഞ പൊതുരംഗത്തേക്കും അതുവഴി ISUവിലേക്കും യൂത്ത് കോൺഗ്രസിലേക്കും ഒക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞത് അപ്പൻ്റെ ഒരു ആശീർവാദത്തോടെ തന്നെയാണ്. പല തലമുറയിൽ പെട്ട ആളുകളെ ഒരു കുടിക്കയിൽ ഒന്നിച്ചു കൊണ്ടുപോവുക, ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് കുറച്ചധികം ബുദ്ധിമുട്ടേറിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാഷ് കുറേ കാലമായിട്ട് ഈ ഒരു മേഖലയിൽ ഒരുപാട് പേരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്, പല തലമുറയിൽ പെട്ട ആളുകളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ്? അത് 1990കളിൽ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോഴാണ് സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിനെ തുടർന്ന് 2003 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാവറട്ടി മണ്ഡലം പ്രസിഡൻ്റാവുന്നത്, പിന്നീട് 2005 പഞ്ചായത്ത് പ്രസിഡൻ്റാവുന്നത്, പിന്നീട് വീണ്ടും 2018 കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി വീണ്ടും അവരോധിതനാകുന്നത്, അതിനെ തുടർന്ന് പിന്നീട് 2020
ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാവുന്നത്. ഇതൊക്കെ പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് പാർട്ടി തന്ന അവസരങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് കൂടിയാണ് പാവർട്ടിയിൽ ചെറുതെങ്കിലും ഒരു ഓഫീസ് കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ തരത്തിലുള്ള ഒരു ഏകോപനം നമുക്ക് സാധ്യമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാഷിപ്പോൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ടേമിൽ നമ്മൾ മുല്ലശ്ശേരി പഞ്ചായത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ഫണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് പലവട്ടം വെട്ടിക്കുറച്ച് വളരെ പരിമിതമായ ഫണ്ടാണ് വരുന്നത് എന്നതൊരു സത്യമാണ്. ആവശ്യത്തിനുള്ള ഫണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ളത് തികച്ചും ഖേദകരവും പ്രതിഷേധാർഹവുമായ സംഗതിയാണ്. പക്ഷെ ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ ഡിവിഷനിൽ ഒരു 4 സിവിൽ വർക്കെങ്കിലും എനിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ സംഗതിയാണ്. ഇതേ ഭരണസമിതിയിലെ ഒരു ഭരണപക്ഷ അംഗം പാതി വഴിയിൽ രാജിവെച്ച് പോയത് നമ്മളെല്ലാവരും കേട്ടൊരു കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഒരു വർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഡിവിഷനിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. ആ സാഹചര്യത്തിലും എൻ്റെ ഡിവിഷനിൽ ഒരു 4 സിവിൽ വർക്കെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനൊരു നേട്ടമായി കാണുകയാണ്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പാസ്സാക്കുക പിന്നെ ക്യാൻസൽ ചെയ്യുക എന്ന രീതിയിൽ ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ട്രഷറിയിൽ ഫണ്ട് വരുന്നു പറയും, പിന്നെ കൊടുക്കാൻ പാടില്ല എന്ന് പറയും, അങ്ങനെ അത് സ്പിൽ ഓവറാക്കി മാറ്റുന്ന തരത്തിൽ ഫണ്ടുകളെ വകമാറ്റുന്ന ഒരു സംഗതി നടക്കുന്നത് കൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസം എനിക്കില്ല. UDFന്റെ വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണല്ലോ. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു വോട്ട് ബാങ്കിൽ പലതരത്തിലുള്ള ചോർച്ചയും വിള്ളലും ഒക്കെ സംഭവിക്കുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ മാഷെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിൽ പെടുന്ന ഒരു അംഗം എന്നുള്ള രീതിയിലും അതുപോലെ പാവറട്ടി സെൻറ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ മുൻ ട്രസ്റ്റി ആയിരുന്നു. അപ്പോൾ തന്നെ നല്ല വിശ്വാസിയാണ്. ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തോട് എന്താണ് മാഷിൻ്റെ അഭിപ്രായം? തെരഞ്ഞെടുപ്പ് കാലത്ത് കിരീട സമർപ്പണം തൊട്ട് കേക്ക് കൊടുക്കലടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ തിരുനാൾ അടുക്കുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ട് അവിടെ എങ്ങനെ കയറി പറ്റാമെന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടരൊക്കെ അടങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശ്വാസിയാണെങ്കിൽ തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഒരു വർഷം ഒരുപക്ഷെ പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ദേവാലയത്തിലെ ട്രസ്റ്റി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് അവിടെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ചില വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് മതവിശ്വാസം ഒരിക്കലും മറ്റുള്ളവരെ ആക്രമിക്കാനോ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനോ ഉള്ള ഒരു സംഗതിയല്ല. അവരവരുടെ വിശ്വാസം അവർക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സംഗതിയാകണം. അവിടെ രാഷ്ട്രീയം വലിച്ചു കയറ്റാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടാവണം എന്നതാണ് ഞാൻ കരുതുന്ന ഒരു രാഷ്ട്രീയം. എൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് മതേതരത്വത്തിൻ്റെ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് അവനിഷ്ടമുള്ള ആചാരം നടത്തുന്നതിനും അവനിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനും അവനാവശ്യമായ ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഈ പറയുന്ന 1947 ലഭിച്ചു എന്ന് നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിൽ ഇന്ന് രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്രസ്ഥാനം എന്നോട് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും അവൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ, അവൻ്റെ ആചാരം സംരക്ഷിക്കാൻ അവന് കഴിയാവുന്ന രീതിയിലുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവണമെന്ന് തന്നെയാണ്. ഓരോ തീർത്ഥാടന കേന്ദ്രത്തിലും കയറിക്കൂടാനും അവിടെ പിടിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് വിശ്വാസികളോട് ചെയ്യുന്ന ദ്രോഹമായിട്ടാണ് പലപ്പോഴും കാണപ്പെടുന്നത്, സംഭവിക്കുന്നത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലും അതിൻ്റെ വാർത്തകളാണ് എല്ലാ ദിവസവും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്ന തരത്തിൽ, വിശ്വാസികൾ അവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം. ഒരു പരിധി വിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ അവസാനിച്ചില്ലെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മതേതരത്വം എന്ന ആശയം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഓരോ വിശ്വാസിയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ രീതിക്കനുസരിച്ച്, അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയണം. അവരുടെ ആചാരങ്ങൾ പുലർത്താൻ അവർക്ക് കഴിയണം. അതിലൊക്കെ കയറി ഇടപെടാത്ത തരത്തിൽ സർക്കാരുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് മതേതരത്വം ശരിയായ അർത്ഥത്തിൽ
പ്രാവർത്തികമാകുക എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ വോട്ടർമാരിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ യുവതലമുറയെ പൊതുവെ പറയാറുണ്ടല്ലോ, മൊബൈലിലേക്ക് മുഖം താഴ്ത്തിയിരിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കുള്ളതെന്ന്. അങ്ങനെയുള്ള ഒരു പറ്റം യുവാക്കളെയാണ് നമ്മൾ ബൂത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതൊരു വലിയൊരു ചടങ്ങ് തന്നെയാണ്. പലപ്പോഴും ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ബൂത്തുകളിലേക്ക് അടുക്കാത്ത, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം യൂത്ത് ഉണ്ട് ഇപ്പോൾ. പക്ഷേ യുവതലമുറയായിട്ട് ഒരുപാട് അടുപ്പമുള്ള മാഷിനെ സംബന്ധിച്ച് അത് എത്രമാത്രം ടാസ്ക് ആണ്, എങ്ങനെയാണ് ബൂത്തിലേക്ക് യുവതലമുറയെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഷ്ട്രീയത്തോട് പൊതുവെ പുതിയ തലമുറ, ജെൻസി എന്നറിയപ്പെടുന്ന പുതിയ തലമുറ ഒരുപക്ഷെ രാഷ്ട്രീയത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരായിട്ടാണ് പലപ്പോഴും കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പോലും ജെൻസിയോട് കൃത്യമായ രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തങ്ങളുടെ സമ്മതിദാന അവകാശം പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ രാഷ്ട്രീയത്തിലേക്ക് കൃത്യമായി കടന്നു വരേണ്ടത് ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ അവരുമായി കൂടുതൽ കണക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പല രീതിയിൽ ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അവരെ രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്താൻ, ശുദ്ധ രാഷ്ട്രീയത്തോട്, നല്ല രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്താൻ അവരെ കൂടി ക്ഷണിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ പ്രസ്ഥാനവുമൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും അവർ കൃത്യമായി ഇടപെടണം. സംശുദ്ധ രാഷ്ട്രീയത്തിനായിരിക്കണം അവരുടെ വോട്ട്. ആ സംശുദ്ധ രാഷ്ട്രീയത്തിന് അവർ വോട്ട് ചെയ്യുമ്പോൾ, രാഷ്ട്രീയ പ്രക്രിയയിൽ അവർ ഏർപ്പെടുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കപ്പെടും, ഇന്ത്യയുടെ മതേതരത്വവും സംരക്ഷിക്കപ്പെടും എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. അതിനനുസൃതമായി ഈ ജെൻസിയും പുതിയ തലമുറയും നമ്മോട് ചേർന്ന് നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ തന്നെയാണ് വോട്ടർ പട്ടികയിൽ പേരുള്ള ഓരോ പുതിയ തലമുറയിലെ ആളുകൾ മാത്രമല്ല, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വോട്ട് ചെയ്തിരിക്കണം എന്ന രീതിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ആ വോട്ട് മറ്റാരെങ്കിലും മൊത്തമായി ചെയ്യുന്ന രീതിയിലേക്ക് കാലഘട്ടം മാറുന്നു. ആ കാലഘട്ടം മാറി ആ രീതിയിൽ ചെയ്തു പോയാൽ നമ്മുടെ ഇഷ്ടമല്ല. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമാണ് വിജയി. ആ ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. ആ ഇഷ്ടമല്ല നടക്കുക എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി നമ്മെ എല്ലാ പത്രസമ്മേളനങ്ങളിലൂടെയും നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും വോട്ട് ചെയ്യണം, ചെയ്യാൻ മറക്കരുത് എന്ന് തന്നെയാണ് എനിക്കും ആവശ്യപ്പെടാനുള്ളത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാഷിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുക, അവർക്കൊപ്പം നിൽക്കുക, അവർക്കൊരു താങ്ങാവുക, തണലാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് പറയുമ്പോൾ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം വീട്ടിലെ പ്രവർത്തനം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ സഹായം ആവശ്യമുള്ളവരുടെയും ആ തരത്തിലുള്ള നിരാലംബരായ ആളുകളുടെയൊക്കെ കാര്യങ്ങളിൽ കൂടി ഇടപെടുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന നിരവധി ക്ലബ്ബുകളായാലും സംഘടനകളായാലും നിരവധി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആ സംഘടനകൾ വഴി കഴിഞ്ഞിട്ടുണ്ട്. ജെന്റിൽമെൻസ് ക്ലബ്ബ് അടക്കമുള്ള നിരവധി കൂട്ടായ്മകൾ അവരുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം സംഘടനകളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ പ്രത്യേക സന്തോഷം തന്നെയാണ് ഓരോരുത്തർക്കുമുള്ളത്. അതിലെ ഓരോ അംഗങ്ങളും ഓരോ സംഘടനയിലും നിരവധി ചികിത്സാ സഹായ സമിതികളുടെ ചെയർമാനായും കൺവീനറായും ഒക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി വീട് നിർമ്മാണങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും അതിൽ ഒപ്പം നിൽക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കരുതൽ ആവശ്യമുള്ളവരുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും കൊടിയുടെ നിറം, രാഷ്ട്രീയം, വർഗം, ജാതി, മതം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പല കൂട്ടായ്മകളും സംഗതികളിൽ ഇടപെടാറുള്ളത്. അത്തരം കരുതലിൻ്റെ കാര്യം വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, ജാതി മത വർഗ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന കൂട്ടായ്മകളിൽ ഉൾപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടത്തുന്നതിലാണ് ഞാൻ സന്തോഷം കാണുന്നത്. ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 100% ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എന്നെ അറിയുന്നവർക്ക് അറിയാമെന്ന് മാത്രമാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ഉയർന്നു കേട്ട ഒരു പ്രശ്നമായിരുന്നു പെരിങ്ങാട് പുഴ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ. അത് ഒരുവിധം സോൾവ് ആയി എന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഒരു പെരിങ്ങാട് പുഴ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് മാഷിന് എന്താ പറയാനുള്ളത്? പെരിങ്ങാട് പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ ലോക ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഒരു പുഴയെ കാടാക്കുന്ന തരത്തിൽ ഒരു തീരുമാനമെടുത്തത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലെ 100 പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രി രാജുവിൻ്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട് നടപ്പിലാക്കിയ
ഒരു പദ്ധതിയാണ് പെരിങ്ങാട് പുഴ വനവൽക്കരണം. ഇന്നേക്ക് 5 വർഷം പൂർണ്ണമായും കഴിയുകയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഏതാണ്ട് 5 വർഷം പൂർത്തിയാവുകയാണ്. ഈ 5 വർഷം പൂർത്തിയായിട്ടും ഇത് പിൻവലിക്കുമെന്നുള്ള പറച്ചിലല്ലാതെ ഇന്നേ വരെ അത് പിൻവലിച്ച് മേഖലയിലുള്ള ആളുകളുടെ മനസ്സിലെ തീ കെടുത്താൻ ഒരു ശ്രമവും സർക്കാരോ ബന്ധപ്പെട്ടവരോ നടത്തിയിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. അശ്വതി പറഞ്ഞതുപോലെ ഈ പ്രോബ്ലം ഇന്നേ വരെ സോൾവ് ആയിട്ടില്ല, സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല എന്ന് തന്നെ പറയാനാണ് എനിക്ക് ഇഷ്ടം. ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ തീ കോരിയിട്ടുകൊണ്ട് ഇന്നും തീരദേശവാസികൾക്ക് അവിടെ ജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ കണ്ടൽക്കാടാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നും വനംവകുപ്പ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ഇതിനെതിരെ കേസിന് പോയ വ്യക്തിയാണ്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചാൽ അവസാനിക്കുന്ന വിഷയം ആളുകളോട് നടപ്പാക്കില്ല, നിങ്ങൾ ഭയക്കണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി, ഈ രീതിയിൽ പറഞ്ഞ് പറ്റിക്കുന്ന തരത്തിലാണ് അശ്വതി ഇത് മുന്നോട്ട് ഇവർ കൊണ്ടുപോകുന്നത്. ഇത് ഒരു സർക്കാരിന് 5 വർഷമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, വരണ്ടേ മാറ്റങ്ങളുടെ മഹോത്സവം, ഇത് മാറ്റണ്ടേ. ഇത്തരം രീതിയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ അതിനനുസൃതമായ രീതിയിലുള്ള സമരങ്ങൾ ഇനിയും തുടരേണ്ടി വരും എന്ന് തന്നെ കരുതുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിജയങ്ങൾ മാത്രം നേരിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമാണ് നമ്മുടേന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അത് ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. അവരുടെ ഒരു സപ്പോർട്ട് കാരണം തന്നെയായിരിക്കും ഇന്ന് നമുക്ക് ഇത്രയും മുന്നിലെത്താനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. ശരിയല്ല? ശരിയാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലായാലും രാഷ്ട്രീയ വിജയങ്ങളുടെ പിന്നിലായാലും എൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളുടെ കൃത്യമായ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെ, നേരത്തെ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ വിജയങ്ങളായാൽ അതിനൊക്കെ കൃത്യമായി പിന്തുണയ്ക്കുന്ന ഒരു വലിയ സമൂഹം എൻ്റെ ഒപ്പമുള്ളത് കൊണ്ട് കൂടിയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞതും അതൊക്കെ വിജയത്തിലെത്താൻ ദൈവം സഹായിച്ചതും എന്ന് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിൻ്റെ കാര്യമായാലും. സ്കൂളിലെ ഈ പറഞ്ഞ ദേശീയ അവാർഡ് അടക്കമുള്ളത് വാടാനപ്പള്ളി RCUP സ്കൂൾ വഴി വരുമ്പോൾ അവിടുത്തെ വിദ്യാലയ സമൂഹം, അതായത് PT ആയാലും മാനേജ്മെൻ്റ് ആയാലും സ്റ്റാഫ് ആയാലും ഒരുപോലെ ഒരുമിച്ച് ഒന്നായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവിടെയും വിജയങ്ങൾ ഉണ്ടായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഞാൻ കടന്നു വന്ന വിജയ പീഠങ്ങളൊക്കെ എൻ്റെ ഈ സൗഹൃദ വലയത്തിന് എന്നോടൊപ്പമുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. അതിനോടൊപ്പം നിന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന അഭിപ്രായക്കാരനാണ്. അതുപോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അഹോരാത്രം പണിയെടുക്കുന്ന സാധാരണ പ്രവർത്തകർ മുതൽ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിക്കുന്നവർ, ബോർഡ് കെട്ടാൻ സഹായിക്കുന്നവർ, ബൂത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി തുടങ്ങി ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രയത്നഫലമായിട്ടാണ് ഒരുപക്ഷെ ഈ വിജയമുണ്ടാവുക. 1 മാസം പോലും തികച്ചില്ലാത്ത ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാലഘട്ടത്തിൽ ഈ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ മുഴുവൻ പ്രവർത്തകരും, സുഹൃത്തുക്കളും, സൗഹൃദ വലയവും, ബന്ധുജനങ്ങളും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയുക. അത് സാധ്യമാവുമെന്ന പ്രതീക്ഷയിലാണ്. എല്ലാവർക്കും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായ പ്രവർത്തനം നടത്താൻ മുന്നോട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു മുൻകൂർ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു തെരഞ്ഞെടുപ്പ് കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മാഷിന്റെ ഈ ഒരു വിജയഗാഥ ഇനിയും തുടരാനായിട്ട് സാധിക്കട്ടെ. മാഷിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആശയം പോലെ നമുക്കൊരു മാറ്റത്തിന്റെ മഹോത്സവം, ആ ഒരു ആശയം പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.